ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ആഭ്യന്തര വിപണി കൃത്യമായ ഒരു ഡയറക്ഷൻ ഇല്ലാതെ ഒരു റേഞ്ചിൽ കുറേ ദിവസമായിട്ട് കുടുങ്ങിക്കിടക്കുകയാണ് എന്നാണ് നമുക്ക് മൊത്തത്തിൽ മാർക്കറ്റ് വിലയിരുത്തുമ്പോൾ കാണാൻ കഴിയുക. കഴിഞ്ഞ 4 ട്രേഡിംഗ് ഡേ, അതായത് ഈ ഓഗസ്റ്റ് മാസം 1-ാം തീയതി പിറന്നതിന് ശേഷം ഈ 4 ട്രേഡിംഗ് ഡേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ ഹൈ എന്ന് പറയുന്നത് 24,784 ആയിരുന്നു. അതിൻ്റെ ലോ 24,535 ഈ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ മാർക്കറ്റ് മുന്നോട്ടേക്കും താഴോട്ടേക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എപ്പോഴൊക്കെ 24,600 താഴേക്ക് പോകുന്നുവോ ഉടൻ തന്നെ ശക്തമായൊരു ബൈങ് ദൃശ്യമാകുന്നതിൻ്റെ ഒരു പാറ്റേൺ ആണ് കഴിഞ്ഞ ദിവസം നമ്മൾ മാർക്കറ്റിൽ കണ്ടത്. എന്നാൽ ഇന്ന് അതിന് നേരെ വിപരീതമാണ് കാര്യങ്ങൾ. എപ്പോഴൊക്കെ 600 എത്തുന്നോ ഉടൻ തന്നെ അവിടെ സെല്ലിംഗ് നടക്കുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇന്ന് 24,600 താഴെയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. ഇന്നത്തെ സെക്ടോറൽ ഇൻഡെക്സുകൾ നമ്മൾ പരിശോധിച്ചാൽ ഏറ്റവും അധികം താഴോട്ടേക്ക് പോയത് ഫാർമ ഇൻഡെക്സ് ആണെന്ന് കാണാം. 2% കൂടുതലുള്ള ഒരു ഫോളാണ് അവിടെ ഉണ്ടായത്. കഴിഞ്ഞ 5 ട്രേഡിംഗ് ഡേയിൽ നിഫ്റ്റി ഫാർമ ഏകദേശം 6% കൂടുതലുള്ള ഒരു കറക്ഷനാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഫാർമ സെഗ്മെന്റിലുള്ള ഒരു വീക്ക്നെസ്സിന് പ്രധാനപ്പെട്ട കാരണമായത് ട്രംപ് കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു ടെലിവിഷൻ അഭിമുഖമാണ്. അദ്ദേഹം ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ US എക്സ്പോർട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഇന്ത്യൻ ഫാർമ സ്റ്റോക്കുകളിൽ വലിയൊരു നെഗറ്റീവ് സെന്റിമെന്റ്സ് ആണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഇപ്പോൾ CNBCയുമായി ട്രംപ് നടത്തിയ ആ ഒരു ഇന്റർവ്യൂവിൽ ട്രംപ് പറഞ്ഞത് ഫാർമസ്യൂട്ടിക്കൽ ഇമ്പോർട്ടിന് തുടക്കത്തിൽ ഒരു നോർമൽ അല്ലെങ്കിൽ ഒരു മോഡസ്റ്റ് ആയിട്ടുള്ള ഒരു താരിഫാണ് US ഏർപ്പെടുത്തുക എന്നാണ്. എന്നാൽ 1 വർഷവും 1.5 വർഷവും കഴിയുമ്പോഴേക്കും ആ താരിഫ് 150% മുതൽ 250% വരെ ഉയർത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഏർപ്പെടുത്താൻ പോകുന്ന താരിഫ് എത്രയാണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല. ഇതുകൂടാതെ സെമി കണ്ടക്ടറും ചിപ്സുകളും നിർമ്മിക്കുന്ന ആ ഒരു മേഖലയിലും അടുത്ത ആഴ്ച പുതിയ താരിഫ് അനൗൺസ്മെന്റ് ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോൾ ഫാർമയുടെ കേസിൽ US ശ്രമിക്കുന്നത് ഫാർമസ്യൂട്ടിക്കൽ മാനുഫാക്ചറിങ് അവരുടെ സ്വന്തം മണ്ണിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ്. അപ്പോൾ ഇത്തരമൊരു നീക്കത്തിന് പിന്നിൽ അവരുടെ രാജ്യത്തിന്റെ എക്കണോമിയിലേക്ക് നേട്ടം ഉണ്ടാക്കുക മാത്രമല്ല, അത് നാഷണൽ സെക്യൂരിറ്റി കൺസേണുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്നാണ് ട്രംപ് പറയുന്നത്. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ US ഗവൺമെന്റ് ഓൾറെഡി അവരുടെ ആഭ്യന്തരമായിട്ടുള്ള ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ഒരു റിവ്യൂ ഓൾറെഡി നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നിലവിൽ എപ്പോൾ മുതലാണ് ഈ 150 അല്ലെങ്കിൽ 250% താരിഫൊക്കെ വരിക എന്നതിനെ പറ്റി കൃത്യമായിട്ടൊരു ഡെഡ് ലൈനോ ഒരു ടൈം ലൈനോ ഇതുവരെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. കാരണം ഫാർമ സെക്ടറിൽ വലിയ തോതിൽ തുടക്കത്തിൽ തന്നെ താരിഫ് ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അത് US-ന്റെ നിലവിലുള്ള ആരോഗ്യരംഗത്ത് വലിയ തോതിലുള്ള പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നും അത് ഡ്രഗ് സപ്ലൈ ചെയിൻ തന്നെ തകരാറാക്കുമെന്നുള്ള ഒരു ഭയം US-നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഫാർമ സെഗ്മെന്റിൽ ഒറ്റയടിക്ക് ഇവർ താരിഫ് നടപ്പിലാക്കാത്തത്. കാരണം അമേരിക്കയിലുള്ള ആ ഒരു ഫാർമ ഇൻഡസ്ട്രിയുടെ മേജർ ആയിട്ടുള്ള എക്സ്പോർട്ട് നടത്തുന്നത് ഇന്ത്യയും ചൈനയും പോലുള്ള രാജ്യങ്ങളാണ്. അപ്പോൾ ഏതായാലും ഇത്തരത്തിൽ വലിയ തോതിൽ എസ്കലേറ്റിംഗ് ആയിട്ടുള്ള താരിഫ് ഏർപ്പെടുത്തുമെന്നുള്ള ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ ആ ഒരു പ്രസ്താവന ഇന്ത്യയിലുള്ള ഫാർമ സ്റ്റോക്കുകളിൽ വമ്പിച്ച ഇടിവാണ് ഇന്ന് സൃഷ്ടിച്ചതെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ 20 സ്റ്റോക്കുകളുള്ള നിഫ്റ്റി ഫാർമ ഇൻഡെക്സിലെ 20 സ്റ്റോക്കുകളും ഇന്ന് ഡിക്ലൈൻ ചെയ്തതായിട്ട് കാണാം. എന്നാൽ ഇത്തരത്തിൽ ഫാർമ എക്സ്പോർട്ടിന് വലിയ തോതിൽ നികുതി ഭാവിയിൽ വരുമെന്നുള്ള വാർത്ത മുമ്പേ തന്നെ പ്രചരിച്ചതിനാൽ ഓൾറെഡി വലിയ തോതിൽ ഡിസ്കൗണ്ടിൽ തന്നെയാണ് ഫാർമ ഇൻഡെക്സ് ഇത്രാളും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഈ ഒരു വാർത്ത വന്നതുകൊണ്ട് വമ്പിച്ച ഒരു ഫോള് ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലെ പ്രധാനപ്പെട്ട ഇവന്റ് RBIയുടെ ആ ഒരു മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ആ ഒരു ഔട്ട്കം ആയിരുന്നു. അപ്പോൾ ഇന്ന് സഞ്ജയ് മൽഹോത്ര അത് അനൗൺസ് ചെയ്യുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് റിപ്പോ റേറ്റ് കട്ട് അത് അൺചേഞ്ച്ഡ് ആയിട്ട് നിൽക്കുകയാണ്. യാതൊരുവിധ ചേഞ്ചും അവർ വരുത്തിയിട്ടില്ല. 5.5% എന്നുള്ള ആ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. അതുപോലെ അതിന്റെ സ്റ്റാൻസ് ന്യൂട്രൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ സഞ്ജയ് മൽഹോത്ര പറഞ്ഞിട്ടുള്ളത് കൺട്രിയുടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് വളരെ ഹെൽത്തിയാണ്, അതുപോലെ ഇൻഫ്ലേഷൻ വളരെയധികം കൺട്രോളാണ്. തീർച്ചയായിട്ടും ഒരു റേറ്റ് കട്ടിന് അനുകൂലമാണെങ്കിലും നിലവിലുള്ള ഗ്ലോബൽ ജോഗ്രഫിക്കൽ കണ്ടീഷൻസ് അതിന് അനുകൂലമല്ല എന്നും, അതുപോലെ ട്രേഡ് നെഗോഷിയേഷൻസ് അതിൻ്റെ ചാലഞ്ചസ് ഇനിയും പരിഹരിക്കപ്പെടാത്തതുകൊണ്ടും നിലവിലൊരു റേറ്റ് കട്ടിൻ്റെ സാധ്യതയില്ലെന്നാണ്. ഇപ്പോൾ കഴിഞ്ഞ ജൂൺ മാസത്തെ പോളിസി മീറ്റിംഗിൽ RBI പൊതുവെ മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു റേറ്റ് കട്ടാണ് നടത്തിയത്. അവിടെ 50 ബേസിസ് പോയിന്റിൻ്റെ ഒരു റേറ്റ് കട്ടാണ് ഉണ്ടായിരുന്നത്. അതുകൂടാതെ അക്കോമഡേറ്റീവ് സ്റ്റാൻഡിൽ നിന്നും ന്യൂട്രൽ സ്റ്റാൻഡിലേക്ക് അന്ന് മാറുകയും ചെയ്തിരുന്നു. അപ്പോൾ ഒരു റേറ്റ് കട്ടുമായി ബന്ധപ്പെട്ട് ചെയ്യാനുള്ള മാക്സിമം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു എന്നാണ് RBIയുടെ ഈ ഒരു സ്റ്റാൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുകൂടാതെ നിലവിലെ ഗ്ലോബൽ ഫാക്ടേഴ്സ്, പ്രത്യേകിച്ച് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ താരിഫുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ നിലയിൽക്കെ തന്നെ RBI അതിൻ്റെ GDP ഗ്രോത്ത്
FY26 എക്സ്പെക്ട് ചെയ്യുന്നത് 6.5% ആണെന്നും RBI ഗവർണർ പറയുന്നുണ്ട്. അപ്പോൾ അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൂടാതെ നമ്മുടെ ഇൻഫ്ലേഷൻ അത് കഴിഞ്ഞ 77 മാസങ്ങളിലുള്ള ഏറ്റവും ലോവസ്റ്റ് ഇൻഫ്ലേഷൻ ആയിട്ടുള്ള 2.1% വന്നതുകൊണ്ട് തന്നെ നിലവിൽ RBI എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു CPI ഇൻഫ്ലേഷൻ ഫോർകാസ്റ്റ് അത് FY26 3.7 എന്ന ഫിഗറിൽ നിന്നും 3.1 അത് താഴ്ത്തിയിട്ടുണ്ട്. എന്നാൽ FY27 അടുത്ത വർഷം 4.9% എന്ന ലെവലിലേക്ക് ഇൻഫ്ലേഷൻ ഉയരുമെന്നും RBI പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഔട്ട്കംസ് നമുക്ക് ഇന്ന് RBIയുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയുക. അപ്പോൾ മാർക്കറ്റ് ഇതിനോട് വലിയ തോതിൽ പോസിറ്റീവായിട്ടോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടോ റിയാക്ട് ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട ഇവന്റ് NSDLന്റെ ലിസ്റ്റിംഗ് ആയിരുന്നു. അറിയാം, മാർക്കറ്റിൽ വലിയ പ്രതീക്ഷ ഉണർത്തിയ ഒരു IPO ആയിരുന്നു NSDL. ഗ്രേ മാർക്കറ്റ് പ്രീമിയം വെച്ച് 15% ഒരു ഗെയിനാണ് പ്രതീക്ഷിച്ചെങ്കിലും വെറും 10% ഒരു ഗെയിൻ മാത്രമാണ് ലിസ്റ്റിംഗ് ടൈമിൽ ഉണ്ടായത് എങ്കിലും പിന്നീട് വമ്പിച്ച ബൈങ് ഇതിലുണ്ടായി. അപ്പോൾ IPO പ്രൈസ് 800 രൂപ ഉണ്ടായിരുന്ന ഈ സ്റ്റോക്കിന്റെ നിലവിലുള്ള പ്രൈസ് നമ്മൾ കാണുന്നത് 936 ഏകദേശം 17% ഇന്നത്തെ ലിസ്റ്റിംഗിന് ശേഷമുള്ള ട്രേഡിംഗ് അടക്കമുള്ള ഓവറോൾ ഗെയിൻ 17%. അപ്പോൾ മോശമല്ലാത്ത ഒരു ഡെബ്യൂട്ടാണ് NSDL കാഴ്ചവെച്ചത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. കൂടാതെ ഇവരുടെ പ്രധാന കോമ്പറ്റേറ്റർ ആയിട്ടുള്ള CDSL ഇന്ന് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തപ്പോഴാണ് 17% ഒരു ഗെയിനോടുകൂടി NSDL മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്തത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഇനി കഴിഞ്ഞ ദിവസം പ്രചരിച്ച ഒരു പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു F&O സെഗ്മെന്റിൽ വമ്പിച്ച നിയന്ത്രണങ്ങൾ ഗവൺമെന്റ് കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ളത്. ഇപ്പോൾ ഫൈനാൻസ് മിനിസ്ട്രിയും സെബിയും ചേർന്നുകൊണ്ട് ശക്തമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരും എന്ന ഒരു വാർത്തയായിരുന്നു അത്. എന്നാൽ ഈ വാർത്ത തെറ്റാണെന്നും ഇതാരോ കെട്ടിച്ചമച്ചതാണോ എന്ന രീതിയിലാണ് ഇന്ന് സെബിയുടെ ചെയർമാനായിട്ടുള്ള തുഹിൻ കാന്ത പാണ്ഡെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ CNBC TV18 റിപ്പോർട്ട് ചെയ്ത ആ വാർത്തയിൽ മിനിസ്ട്രി ഓഫ് ഫിനാൻസും സെബിയും ചേർന്നുകൊണ്ട് ഓപ്ഷന്റെ വോളിയം കുറക്കാനും അതുപോലെ ക്യാഷ് മാർക്കറ്റിൽ വോളിയം ഇൻക്രീസ് ചെയ്യാനും വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് F&Oയുടെ വീക്കിലി എക്സ്പയറി പൂർണ്ണമായിട്ട് എടുത്തു കളയുകയോ അതല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കൽ മാത്രം വീക്കിലി എക്സ്പയറി കൊണ്ടുവരുവാനും നീക്കമുണ്ടെന്നും കൂടി പറഞ്ഞിരുന്നു. അപ്പോൾ ഈ വാർത്ത പറഞ്ഞതോടുകൂടി വലിയ തോതിലുള്ള ഫോൾ ആയിരുന്നു BSE ഷെയറിലും ഏഞ്ചൽ വണ്ണിലും ഒക്കെ ഉണ്ടായത്. എന്നാൽ ഇന്ന് ഈ സ്റ്റോക്കുകളൊക്കെ റിക്കവർ ചെയ്തായിട്ട് കാണാം. BSEയും ഏഞ്ചൽ വണ്ണും ക്യാംസും മോട്ടിലാൽ ഓസാൾ ഫൈനാൻഷ്യൽ സർവീസസും UTI AMC പോലെയുള്ള പല ക്യാപിറ്റൽ മാർക്കറ്റ് സെഗ്മെന്റിലുള്ള കമ്പനികൾ ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ന്യൂസിൽ പറഞ്ഞ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് ഗവൺമെന്റ് സെബിയുമായി ചേർന്ന് പരിഷ്കരിക്കുമെന്നും ക്യാഷ് മാർക്കറ്റിൽ ടാക്സ് കുറച്ചുകൊണ്ട് F&O മാർക്കറ്റിൽ ടാക്സ് കൂട്ടിക്കൊണ്ട് F&O മാർക്കറ്റിനെ നിരുത്സാഹപ്പെടുത്തുന്ന നീക്കങ്ങൾ ഉണ്ടാകുമെന്നും ഒക്കെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ മാർജിൻ റിക്വയർമെന്റ് ക്യാഷ് മാർക്കറ്റിൽ കുറച്ചുകൊണ്ട് ക്യാഷ് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്നും പറഞ്ഞിരുന്നു. എന്നാൽ ഈ വാർത്തകളൊക്കെ ഫോൾസ് ആണെന്നും സ്പെക്കുലേറ്റീവ് ആണെന്നുമാണ് സെബിയുടെ ചെയർമാൻ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം F&O സെഗ്മെന്റിൽ വലിയ പ്രശ്നങ്ങൾ ഓൾറെഡി നേരിടുന്നുണ്ട്. പല ഹയർ ഒഫീഷ്യൽസും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമന്റുകൾ പറഞ്ഞിരുന്നു. പക്ഷേ നമുക്കറിയാം ക്യാഷ് മാർക്കറ്റിനേക്കാളും 350 ഇരട്ടിയോളം ടേൺ ഓവർ നടക്കുന്ന ഒരു മേഖലയാണ്. അവിടെ വലിയ തോതിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരുവാൻ ഒരിക്കലും വലിയ ഇൻകം അവിടെ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ശ്രമിക്കുകയില്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ കൽക്കത്തയിൽ നടന്ന ക്യാപിറ്റൽ മാർക്കറ്റ് കോൺക്ലേവിൽ അനന്ത് നാരായണൻ എന്ന് പറയുന്ന സെബിയുടെ ഹോൾ ടൈം മെമ്പർ അദ്ദേഹം പറഞ്ഞ ചില കമന്റുകളുടെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ വാർത്ത ഇന്നലെ പ്രചരിച്ചത്. കാരണം F&O മാർക്കറ്റിൽ വൻ ലോസ് ആണ് ജനങ്ങൾ വരുത്തി വെക്കുന്നതെന്നും വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണ് അവിടെ നടക്കുന്നതെന്നും ഒരു ഹെഡ്ജിങ് ടൂൾ മാത്രമായ F&Oയെ വമ്പിച്ച ഒരു ട്രേഡിംഗ് ടൂളായി മാറിയിരിക്കുകയാണെന്നൊക്കെയാണ് അദ്ദേഹം പ്രസ്താവിച്ചത്. അവിടെ കൃത്യമായ നിയന്ത്രണങ്ങൾ വേണമെന്നൊക്കെ അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും F&O മാർക്കറ്റിൽ നടക്കുന്നത് വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ട്രേഡിംഗ് ആണെന്ന് പൊതുവെ ജെയിൻ സ്ട്രീറ്റിന്റെ അനുഭവത്തിൽ നിന്ന് നമുക്ക് ഓൾറെഡി മനസ്സിലായതാണ്. കൂടാതെ അവിടെ 10-9 പേരും നഷ്ടത്തിലാണ് നീങ്ങുന്നതെന്ന് സെബി തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നാൽ റീസെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയിൽ നിന്ന് മനസ്സിലാകുന്നത് കഴിഞ്ഞ വർഷത്തേക്ക് അപേക്ഷിച്ച് ഈ വർഷം F&Oയിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിന്റെ പാർട്ടിസിപ്പേഷൻ ഏകദേശം 20% കുറഞ്ഞിട്ടുണ്ട് എന്നാണ് സെബിയുടെ സ്റ്റഡി റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ അത് 2 വർഷം മുമ്പുള്ള ഫിഗറിനേക്കാൾ ഇപ്പോഴും കൂടുതൽ തന്നെയാണ്. അതുപോലെ 1 ലക്ഷത്തിന് താഴെ മാത്രം ക്യാപിറ്റൽ ഉള്ളവരുടെ എണ്ണം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കുറഞ്ഞിട്ടുണ്ട് എന്നും സെബിയുടെ പഠന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എങ്കിൽ പോലും നഷ്ടം വരുത്തി വെക്കുന്നവരുടെ എണ്ണത്തിൽ മാറ്റമില്ലെന്നാണ് സെബിയുടെ സ്റ്റഡി റിപ്പോർട്ട്. 91% ആളുകൾ ഇപ്പോഴും നഷ്ടത്തിൽ തന്നെയാണ് F&O സെഗ്മെന്റിലുള്ളത് എന്നാണ് സെബി സാക്ഷ്യപ്പെടുന്നത്. ഏതായാലും നിലവിലുള്ള F&Oയുടെ ആ തൽസ്ഥിതി തുടരുമെന്ന് തന്നെയാണ് ഇന്നത്തെ സെബി ചെയർമാന്റെ കമന്റിൽ നിന്നും മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ മാർക്കറ്റിൽ നിലവിൽ അതിലുള്ള സ്റ്റോക്കുകളിൽ ഒരു റിക്കവറി ക്രമേണ ഉണ്ടാവുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമ്മൾ മോർഗൻ സ്റ്റാൻലി ക്യാപിറ്റൽ ഇന്റർനാഷണൽ അഥവാ MSCIയുടെ സ്റ്റാൻഡേർഡ് ഇൻഡെക്സുകൾ
അതിൽ ചില മാറ്റങ്ങൾ ഈ ഓഗസ്റ്റ് മാസം വരുത്തുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നുവാമ അൾട്ടർനേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൻ്റെ ആ ഒരു റിപ്പോർട്ട് പ്രകാരം ഈ സ്റ്റാൻഡേർഡ് ഇൻഡെക്സിൽ പുതുതായിട്ട് ആഡ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്കുകളിൽ ഒന്ന് വിശാൽ മെഗാമാർട്ടാണ്, മറ്റൊന്ന് സ്വിഗ്ഗി, അതുപോലെ ഹിറ്റാച്ചി എനർജി, അതുപോലെ വാരിയ എനർജി. ഈ 4 സ്റ്റോക്കുകൾ ഈ സ്റ്റാൻഡേർഡ് ഇൻഡെക്സിലേക്ക് കടന്നുകൂടാൻ പോവുകയാണ്. അവിടെ നിന്ന് പുറത്തു പോകാൻ പോകുന്ന സ്റ്റോക്കുകൾ ഒന്ന് സോന BLW പ്രിസിഷൻ ഫോർജിങ്ങും അതുപോലെ തെർമാക്സും പോലെയുള്ള 2 കമ്പനികളാണ് ആ ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്തു പോകുക. അപ്പോൾ ഈ ചേഞ്ച് ഓഗസ്റ്റ് 8-ാം തീയതി അനൗൺസ് ചെയ്യപ്പെടുമെന്നാണ് നൊവാമ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത് ഓഗസ്റ്റ് 26-നായിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതുകൂടാതെ MSCIയുടെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. അവിടെ പുതുതായിട്ട് കുറേ സ്റ്റോക്കുകൾ ഏടപ്പെടുന്നത് കാണാം. കാപ്രി ഗ്ലോബൽ ക്യാപിറ്റൽ, ബ്രെയിൻ ബി സൊല്യൂഷൻ, ലുമാസ് ഓട്ടോ ടെക്നോളജീസ്, ബെൽറൈസ് ഇൻഡസ്ട്രീസ്, ട്രാൻസ്റെയിൽ ലൈറ്റിംഗ്, ആഥർ എനർജി, CSB ബാങ്ക്, ഇന്ത്യ ഗ്ലൈക്കോൾസ്, ലോയ്ഡ് എന്റർപ്രൈസസ്, യഥാർത്ഥ് ഹോസ്പിറ്റൽ, സിംഗ ലോജിസ്റ്റിക് സൊല്യൂഷൻ. ഈ സ്റ്റോക്കുകളൊക്കെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൽ ആഡ് ചെയ്യപ്പെടുകയാണ്. ആ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൽ പുറത്തു വന്ന സ്റ്റോക്കുകളിൽ ഒന്ന് ഭാരത് ഡൈനാമിക്സും, ബൊണ്ടാഡ എഞ്ചിനീയറിംഗും, ഹൈക്കൽ എന്ന സ്റ്റോക്കും, അതുപോലെ കെന്ന മെറ്റൽ ഇന്ത്യയുമാണ് ആ ഒരു സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൽ നിന്ന് പുറത്തു പോകുന്ന സ്റ്റോക്ക്. ഇപ്പോൾ ഇവിടെ MSCIയുടെ ഇൻഡെക്സ് റീബാലൻസിങ് നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ്. കാരണം അവിടെ പുതിയ സ്റ്റോക്കുകൾ ആഡ് ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇൻഡെക്സിനെ ഫോളോ ചെയ്തുകൊണ്ട് നീങ്ങുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, പ്രത്യേകിച്ച് ഈ ഒരു ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളും ETF-കളൊക്കെ ഉണ്ടാവും. അവിടെയൊക്കെ ആ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾ ഇതിനെ ബൈ ചെയ്യേണ്ടി വരും. അതേപോലെ നിലവിൽ പുറത്തേക്ക് പോകുന്ന സ്റ്റോക്കുകൾ സെല് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു ബാലൻസിൻ്റെ ഭാഗമായിട്ട് പല സ്റ്റോക്കുകളിലും കൂടുതലായിട്ടുള്ള ഫോറിൻ ഇൻഫ്ലോ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഔട്ട്ഫ്ലോയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കുകൾ നമ്മൾ തീർച്ചയായിട്ടും ഓഗസ്റ്റ് 8-ന് ശേഷം വാച്ച് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ഓഗസ്റ്റ് 26-നായിരിക്കും ഇതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കുക. അപ്പോൾ ആ ഡേറ്റ് നമ്മൾ പ്രധാനമായിട്ടും ഓർമ്മിക്കേണ്ട ഡേറ്റുകളാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. വിഷയങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.